ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പോറ്റിയെ കയറ്റിയത് സഖാക്കളാണെന്ന് എല്ലാവരും ഉറപ്പിച്ചെങ്കിലും UDF-ലേക്കും പാപക്കറ പറ്റിക്കാൻ കൊണ്ടുപിടിച്ച നീക്കമാണ് നടക്കുന്നത്. കൊടിമരം നന്നാക്കിയതിലും വാജിവാഹനം തന്ത്രിക്ക് നൽകിയതിലും പുലിവാല് പിടിച്ചത് UDF ആണ്. തന്ത്രിയുടെ വീട്ടിൽ നിന്ന് റെയ്ഡിൽ പിടിച്ച വാജിവാഹനം കോടതിയിൽ എത്തിച്ചു കഴിഞ്ഞു. വാജിവാഹന കൈമാറ്റം സ്വർണ്ണക്കൊള്ളയെപ്പോലെ കേസിൽ കുടുങ്ങിയാൽ സഖാക്കൾക്ക് പിന്നാലെ കോൺഗ്രസുകാരും അകത്താകും, അല്ലെങ്കിൽ അകത്താക്കും. അത് തന്ത്രിക്ക് കൊടുക്കണമായിരുന്നു എന്നാണ് കീഴ്വക കസ്റ്റം. അത് തന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. അത് കേരളത്തിലെ നിരവധി ക്ഷേത്രങ്ങളിൽ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ പണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഈ ഓർഡറിൽ പറയുന്നില്ലേ, ഇതിനു മുമ്പ് എങ്ങനെയാണ് ആയിരുന്നെങ്കിലും എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നല്ലോ. ഏതായാലും ഈ കസ്റ്റം നിലവിലുണ്ടായിരുന്നല്ലോ. ആ നിലവിലുള്ള കസ്റ്റത്തിന് ഒരു ഡീവിയേഷൻ വരുത്തിയതിനെ കുറിച്ചുള്ള വ്യക്തതയില്ലായ്മ, അത് ഇപ്പോൾ ഈ ഓർഡർ കിട്ടി. ഇപ്പോഴാണ് ഞങ്ങൾ ഓർഡർ കണ്ടത്. വേറെ ആരും തന്നെ ഞങ്ങൾ ഈ ഓർഡർ കാണിച്ചിട്ടില്ല. ആ ഡീവിയേഷൻ നടത്തിയതില്ലാത്തുള്ളൊരു വ്യക്തതയില്ലായ്മ ഒരുപക്ഷെ ഉണ്ടാകാം. അതുകൊണ്ടായിരിക്കാം അവർ ഞങ്ങളെ ശ്രദ്ധപ്പെടുത്തായി തന്നത്. ആ സാധനം ദേവസ്വം ബോർഡ് കൊടുക്കാൻ വേണ്ടി 3 മാസം മുമ്പ് രാജീവ് കണ്ഠര് പറഞ്ഞതാണ്. 3 മാസം മുമ്പ് അത് വാഹനം കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. അതിനെ എന്നിട്ട് ദേവസ്വം ബോർഡ് വാങ്ങിയില്ല. തന്ത്രി അറസ്റ്റിലായതോടെ തൽക്കാലം സഖാക്കളാണെ അയ്യപ്പ ടാഗിൽ നിന്ന് മുക്തി നേടാനായി എന്ന ആശ്വാസത്തിലായിരുന്നു CPM. തന്ത്രിയുടെ വീട്ടിൽ നിന്ന് വാജിവാഹനം കണ്ടെടുത്തതോടെ പോറ്റിയെ കയറ്റിയതിൽ ആരോപണം കോൺഗ്രസിന് നേരെ തിരിച്ചു കഴിഞ്ഞു. ശബരിമലയിലെ കൊടിമരത്തിന്റെ നവീകരണത്തെ തുടർന്ന് പഴയ കൊടിമരത്തിലെ വാജിവാഹനമാണ് തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയത്. വാജിവാഹനം തനിക്ക് ദേവസ്വം ബോർഡ് കൈമാറിയതായി നേരത്തെ തന്ത്രി പറഞ്ഞിട്ടുള്ളതാണ്. തിരിച്ചു തരാൻ തയ്യാറാണെന്നും തന്ത്രി അറിയിച്ചിരുന്നു. ഇപ്പോൾ വീട്ടിൽ നിന്ന് കണ്ടെത്തിയതിനാൽ പ്രത്യേക അന്വേഷണ സംഘം വാജിവാഹനം കോടതിയിലെത്തിച്ചു. ഇതോടെ വിവാദവും കൊഴുത്തു. ആരാണ് വാജിവാഹനം തന്ത്രിക്ക് നൽകിയത്? തന്ത്രിക്ക് എന്തിന് വാജിവാഹനം നൽകി? ദേവസ്വം ബോർഡിന്റെ സ്വത്തല്ലേ ഇത്? കൊടിമരം മാറ്റിയപ്പോൾ എന്തുകൊണ്ട് ദേവസ്വത്തിന്റെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയില്ല? സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമാണോ വാജിവാഹനം കൈമാറിയത്? സ്വർണം പൊതിഞ്ഞ വാജിവാഹനം പഞ്ചലോഹത്തിൽ പണിതതാണ്. വിലപിടിപ്പുള്ള വസ്തു എങ്ങനെ തന്ത്രിക്ക് നൽകാനാകും? പ്രയാർ ഗോപാലകൃഷ്ണ ദേവസ്വം ബോർഡ് ഭരണസമിതിയിലും LDF-ന്റെ അംഗം ഉണ്ടായിരുന്നു. CPM-ന്റെ MLA-മാരുടെ നോമിനി ഒരിക്കൽ മാത്രമേ UDF-ന് കിട്ടിയിട്ടുള്ളൂ. അന്ന് പുനലൂർ മധു മെമ്പറായിരുന്നപ്പോൾ. ഈ ദേവസ്വം ബോർഡിലും CPM-ന് അംഗമുണ്ട്. അദ്ദേഹം പറയട്ടെ എന്താണ്. അന്നത്തെ ആൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ. അദ്ദേഹം കൂടുതൽ വിശദീകരിക്കട്ടെ. ഇപ്പോ പ്രസിഡന്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ ജീവിച്ചിരിപ്പില്ല. ഇനി അതേ തറയിൽ UDF-ന്റെ ഭാഗത്താണെങ്കിൽ അന്നത്തെ LDF-ന്റെ അംഗം പറയട്ടെ എന്താണെന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഏതായാലും പക്ഷേ ഒരു കാര്യമുണ്ട്, ആ വാജിവാഹനം തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയല്ലോ. അത് ഉരുക്കി വിറ്റിട്ടൊന്നുമില്ലല്ലോ. അപ്പോ ഞാൻ പറയുന്നത്, തന്ത്രിയെ കൂടുതൽ കുടുക്കി മന്ത്രിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഇതിന്റെ പേരിൽ എന്താണ് നടപടി? ഹൈക്കോടതിയാണല്ലോ മേൽനോട്ടം വഹിക്കുന്നത്. ഹൈക്കോടതി തീരുമാനിക്കട്ടെ. പക്ഷെ അതിന്റെ പേരിൽ സ്വർണം കട്ടുകിറ്റവന്മാരെ രക്ഷിക്കാൻ നോക്കിയാൽ അത് ഞങ്ങൾ അനുവദിക്കില്ല. ശബരിമലയിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ ആരുടെ കാലത്താണെങ്കിലും അത് അന്വേഷിക്കണം. അത് അന്വേഷിച്ചിട്ട് സ്വർണ്ണക്കൊള്ള നടത്തിയ ആളുകളെ മുഴുവൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതിനകത്ത് ഞങ്ങൾക്ക് രാഷ്ട്രീയ ഭേദമില്ല. ആ കാര്യം വളരെ വ്യക്തമാണ്. UDF ഭരണകാലത്ത് ഇത്തരം സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. വാജിവാഹനം അവരെല്ലാവരുടെയും പരസ്യമായിട്ടാണ് തന്ത്രിക്ക് കൊടുക്കുന്നത് നമ്മളെല്ലാം കണ്ടത്. അത് രഹസ്യമായി നടന്ന മോഷണമൊന്നുമല്ല. അപ്പൊ അതിനെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പരിശോധിക്കട്ടെ. പക്ഷെ സ്വർണം കെട്ട ആളുകളെ സംരക്ഷിച്ചിട്ട് ഇത്തരം UDF-ന്റെ കാലത്താണെന്നുള്ള പ്രചരണം നടത്തുന്നത് യഥാർത്ഥ കള്ളന്മാരെ രക്ഷിക്കാനുള്ള നീക്കമാണ്. സ്വർണ്ണ കൊള്ളയല്ലേ ശബരിമലയിൽ നടന്ന സ്വർണ്ണ കൊള്ളയെ കുറിച്ചാണ് ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ആണല്ലോ. ആ അന്വേഷണത്തിന്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് വേറെ പലതും പറയുകയാണ്. ഞങ്ങൾക്ക് ഏത് കാലത്ത് എപ്പോ നടന്നതിനെ കുറിച്ച് അന്വേഷിച്ചാൽ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ നടന്നത് 2019 മുതൽ നടന്ന സ്വർണ്ണക്കൊള്ളയും 2024 വീണ്ടും കൊള്ള നടത്തിയ ശ്രമത്തെക്കുറിച്ചാണ് അന്വേഷണം നടക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട CPM നേതാക്കന്മാർ ജയിലില്ല. അവർക്കെതിരായിട്ട് ഒരു നടപടി പോലും CPM സ്വീകരിക്കുന്നില്ല.
2017 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൈമാറിയ അതേ വാജിവാഹനമാണോ ഇപ്പോഴും തന്ത്രിയുടെ വീട്ടിൽ ഉണ്ടായിരുന്നത്? മാറ്റം വരുത്തിയോ പൂജകൾക്കോ പ്രദർശനത്തിനായോ എവിടെയെങ്കിലും കൊണ്ടുപോയോ? ചോദ്യങ്ങൾ നിരവധിയാണ്. ഇപ്പോൾ വെട്ടിലായത് കോൺഗ്രസ് ആണ്. വാജിവാഹനം തന്ത്രിക്ക് കൈമാറുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതി UDF-ൻ്റേതായിരുന്നു. പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ, ഒരംഗം കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ. CPM-ന്റെ K രാഘവനും അംഗമായിരുന്നു. ആരോപണം കോൺഗ്രസിന് നേരെ തിരിക്കുമ്പോൾ CPM അംഗവും വാജിവാഹനം നൽകുന്നതിനെ എതിർത്തില്ല എന്ന പ്രതിരോധം തീർക്കുന്നുണ്ട് കോൺഗ്രസ് നേതാക്കൾ. വാജിവാഹനം തന്ത്രിക്ക് നൽകിയതിൽ രണ്ട് അഭിപ്രായമാണ്. 2012 ദേവസ്വം ബോർഡ് ഉത്തരവ് പ്രകാരം നവീകരണത്തിന് ശേഷം ഉപയോഗിക്കാത്ത വസ്തുക്കൾ ദേവസ്വം സ്വത്താണ്. കീഴ്വഴക്കം എന്തായാലും അതിൽ മാറ്റം വരുത്തിയാണ് ഇങ്ങനെ ഒരു ഉത്തരവ് 2012 ഇറക്കിയത്. ഇതെന്തുകൊണ്ട് വാജിവാഹനം തന്ത്രിക്ക് നൽകിയ സമയത്ത് ബാധകമായില്ല? ഇങ്ങനെയൊരു ഉത്തരവിനെ കുറിച്ച് അറിഞ്ഞില്ല എന്നാണ് അജയ് തറയിലിന്റെ വാദം. വാജിവാഹനത്തിന്റെ മൂല്യം എനിക്കറിയില്ല എങ്ങനെ കണക്കാക്കണമെന്ന്. എനിക്കറിയില്ല വാജിവാഹനത്തിന്റെ മൂല്യം അങ്ങനെ കണക്കാക്കാവുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. ഓരോ ആളുകളല്ലേ അതിന്റെ മൂല്യങ്ങളെ കുറിച്ച് കണക്കാക്കുന്നത്. വാജിവാഹനം ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴും ഇപ്പോൾ അത് SIT അദ്ദേഹം പിടിച്ചെടുത്തിരിക്കുന്നു. കോടതി മൂല്യം കണക്കാക്കട്ടെ. ഇപ്പോൾ മൂല്യം ആക്കി കണക്കാക്കാമല്ലോ. അതിപ്പോൾ പൊതു സ്വത്തായിട്ടിരിക്കുകയാണ്. അതിന് മൂല്യം കണക്കാക്കിക്കൊള്ളൂ. അതിനെന്താ ഞങ്ങൾ ചെയ്ത് തെറ്റെന്ന കാര്യത്തിൽ ഞങ്ങൾ ആചാരങ്ങൾ, ഒരു കസ്റ്റം ഞങ്ങൾ വിശ്വസിച്ചു. ശബരിമലയിലല്ല, ഏത് അമ്പലങ്ങളിലാണെങ്കിലും ഒരു കസ്റ്റമുണ്ട്, ആചാരങ്ങളുണ്ട്. അത് ദേവസ്വം മാനുവലിൽ, ഇത് ദേവസ്വത്തിന്റെ സബ് ഗ്രൂപ്പ് മാനുവലിൽ, ഇത് പഴയ സബ് ഗ്രൂപ്പ് മാനുവൽ ഞാൻ നോക്കിയപ്പോൾ അതിനകത്തും ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 2012 ഈ ഓർഡർ അവ്യക്തമായ ഒരു ഓർഡറാണ്. ഭൗതിക വസ്തുക്കൾ ദേവസ്വത്തിന്റെ പൊതുസ്വത്തായതിനാൽ കൊടുത്തുവരുന്ന ഭൗതിക വസ്തു ബിംബങ്ങൾ എന്നാണ് തന്ത്രസമുച്ചയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ബിംബങ്ങൾ എന്നാണ്. ബിംബങ്ങൾക്ക് അവകാശി ആചാര്യനാണ്. ആചാരവിധി പ്രകാരം ലോഹത്തിൽ ഉണ്ടാക്കിയ വസ്തുക്കൾ ഉരുക്കി തന്ത്രിക്ക് കൈമാറണമെന്ന കീഴ്വഴക്കം പാലിച്ചു. അത്രയേ ഉള്ളൂ എന്നാണ് വാജിവാഹനം കൈമാറ്റത്തിന് അനുകൂലമായ വാദം. കേസെടുത്താൽ അന്നത്തെ ബോർഡ് അംഗങ്ങൾ ചോദ്യം ചെയ്യലിന് വിധേയരാകേണ്ടി വരും. CPM അംഗവും കൂട്ടുത്തരവാദ പരിധിയിൽ വരുമെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് അന്വേഷണ പരിധിയിലേക്ക് വരുന്നത് CPM-നെ ആഹ്ലാദിപ്പിക്കുന്നതാണ്. ഇത് കണ്ടറിഞ്ഞുള്ള പ്രതികരണങ്ങൾ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ഉണ്ടാവുന്നു. SIT ശരിയായ നിലയിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു പരിഗണനയും ആർക്കും നൽകാതെ നീതിപൂർവമായ അന്വേഷണവും നടപടികളും സ്വീകരിക്കുന്നു. എല്ലാവരും ആ നിലപാടിനെ പ്രശംസിക്കുകയാണ് വേണ്ടത്. ഒരു സംസ്ഥാന ഗവൺമെന്റ് നീതിപൂർവം ഈ കാര്യത്തിൽ അന്വേഷണം നടക്കണം എന്ന നിലപാടെടുത്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശങ്കർദാസിനെ. ഞങ്ങൾ അറിയുന്ന ശങ്കർദാസ് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് ചെയ്യില്ല. ഇത് മാത്രമല്ല, തെറ്റൊന്നും ചെയ്യില്ല. ഉത്തമനായ കമ്മ്യൂണിസ്റ്റാണ് അദ്ദേഹം. അറിയാതെ വല്ല പാടിച്ചേ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ട് അന്വേഷണം നടക്കട്ടെ. ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായി പറയുകയാണ്, അന്വേഷണത്തിൽ തെറ്റുണ്ടെന്ന് കണ്ടാൽ തെറ്റ് ചെയ്ത ആളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ LDF-ഓ രക്ഷിക്കില്ല. കേസിൽ ചാർജ് ഷീറ്റ് സമർപ്പിക്കുന്ന സന്ദർഭത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയതാണ്. കാര്യം ഇവര് ഉത്തരവാദിത്വത്തിലിരുന്നപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഡിറിലിഷൻ ഓഫ് ഡ്യൂട്ടി ആണോ ഉള്ളത്, അതോ അതിനപ്പുറം ഇവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് ചാർജ് ഷീറ്റ് സമർപ്പിക്കുമ്പോഴാണ് വ്യക്തമാകുന്നത്. ഇതിന്റെ പിന്നിലൊരു ഗൂഢാലോചനയുണ്ട്, ദല്ലാൽമാരുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ദല്ലാലാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിന്റെ പിന്തുണ സഹായിക്കുന്നതും അദ്ദേഹത്തിന് പ്രോത്സാഹിക്കുന്നതും അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ സപ്പോർട്ട് കിട്ടിയെന്ന് ആര് വഴിയാണ്? അതൊരു ഇൻഡിപെൻഡന്റ് ഇൻവെസ്റ്റിഗേഷൻ വഴിയല്ല നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ആരാണോ തെറ്റ് ചെയ്തത് അവരെല്ലാവരും ജയിലിൽ പോകണം എന്നാണ് ഞങ്ങളുടെ ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം. അതിൽ ഒരു മാറ്റവും ഇല്ല. അന്ന് മുതൽ ഇന്ന് വരെ ഒരു മാറ്റവും ഇല്ല. സ്വർണ്ണക്കൊള്ള 2019-2025 കാലഘട്ടത്തിൽ നിന്ന് അതിനു മുൻപുള്ള സമയത്തേക്കും മുൻ ഭരണസമിതികളിലേക്കും നീണ്ടാൽ ഉത്തരം പറയേണ്ടവരുടെ എണ്ണവും കൂടും. BJP-യും സംഘപരിവാർ സംഘടനകളും ആഗ്രഹിക്കുന്നതും ഇതാണ്. സ്വർണ്ണക്കൊള്ളയുടെ രാഷ്ട്രീയ ആനുകൂല്യം UDF-ന് മാത്രമായി കിട്ടുന്ന സാഹചര്യം ഒഴിവാക്കാൻ അന്വേഷണം വാജിവാഹനത്തിലേക്ക് നീളുന്നത് കാരണമാകും. സർക്കാർ ഇടപെടൽ പറഞ്ഞ് ഈ അന്വേഷണത്തെ രാഷ്ട്രീയ നീക്കം എന്ന് പ്രതിരോധിക്കാനേ
UDF-ന് അപ്പോൾ കഴിയും.